പ്രിയ സുഹൃത്തുക്കളെ, HDF ബാങ്കിൽ ലോക്കർ തുറക്കാൻ പോകുന്നു. ആരിൻ്റെ എന്നല്ല, വീണ വിജയൻ്റെ. നെട്ടിക്കുന്ന വാർത്ത, ഷോക്ക്, എല്ലാ പേജ് എടുത്ത് അലക്കാണ്. ഞാൻ വിചാരിച്ച് ഭയങ്കര സംഭവമായിരിക്കും. നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ഒരു അമ്പലത്തിൽ BR, CR, AR ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഈ രത്നങ്ങളും അതുപോലെ തന്നെ കോടിക്കണക്കിന് പൈസയും സ്വർണ്ണങ്ങളൊക്കെ കിട്ടുന്ന പോലെ, അല്ലെങ്കിൽ ഉള്ളിലുള്ള പോലെ നമ്മുടെ വീണയുടെ അക്കൗണ്ടിലും കോട്ടികളുണ്ട് എന്നൊക്കെ ഞാൻ വിചാരിച്ച് കാത്തിരിക്കുകയാണ്. പുറത്തുവിടട്ടെ ഒരു റിപ്പോർട്ട്, 100% പുറത്തുവിടട്ടെ. ഈ ഇന്ത്യൻ്റെ അകത്ത് എത്ര അഴിമതികൾ എത്ര നടക്കുന്നുണ്ടെന്നറിയോ? ഇവരുടെ പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ ഒരു ജോലിക്കും പോകാതെ വലിയ വലിയ വണ്ടികളിലാണ് പോകുന്നത്. അതിലെ ഡ്രസ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര വില വരുന്ന ഡ്രസ്സാണ് അവർ ഉപയോഗിക്കുന്നതെന്നറിയോ? വീണ ചിലപ്പോൾ എന്തെങ്കിലും നക്കാപ്പിച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. അന്ന് ഞാൻ ഇല്ല പറയുന്നില്ല, ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം. മാസപ്പടിയായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. അതിലുള്ളത് അവർ അനുഭവിക്കുന്നുമുണ്ട്. പക്ഷേ ഇവർ ഈ പറയുന്ന പോലെ അതിൻ്റെ ഉള്ളിൽ വലിയൊരു എമൗണ്ട് ഉള്ള പോലെ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് 100% ഉറപ്പാണ്. അവർ കൃത്യമായിട്ട് റിപ്പോർട്ട് പുറത്തുവിടട്ടെ, സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പുറത്തുവിടട്ടെ. എന്നിട്ട് ഇത്ര രൂപ കിട്ടിയിട്ടുണ്ട് എന്ന് 100% പറയട്ടെ. നമ്മളത് അംഗീകരിച്ചിരിക്കുന്നു. അല്ലാതെ വശം ഇവിടെ ഒരു പാർട്ടി പ്രവർത്തനം പറഞ്ഞ് നടക്കുന്ന പല ആളുകളുടെയും അക്കൗണ്ട് സത്യപ്രതി ചെക്ക് ചെയ്തുണ്ടല്ലോ, ഇതിൻ്റെ അപ്പുറത്തായിരിക്കും. ഏതൊക്കെ വഴി കൂടെ ഇവർ ഇത്ര വർഷം അധികാരം കിട്ടാതെ എങ്ങനെ ഇവർ ആഡംബരത്തിൽ ജീവിക്കുന്നു, ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ പൊന്നു മക്കൾ, അതാണ് പറയുന്നത്, കക്കാൻ അറിഞ്ഞാൽ പോലെ നിൽക്കാൻ അറിയണമെന്ന്. ഈ പിണറായി സർക്കാർ 10 വർഷം ചെയ്തിട്ട് ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കാൻ പറ്റിയില്ല. കോൺഗ്രസ്സുകാർ 60 വർഷം ഭരിച്ചിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ വളർന്നു വന്നിട്ട് ഈ കോൺഗ്രസ്സിലായ്മ ചെയ്തു. അതുപോലെ തന്നെ ഈ മാർക്സിസ്റ്റ് പാർട്ടിനെയും ഒതുക്കിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ. അപ്പോൾ ഇവിടെ വന്നിട്ട് പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇവരെ ന്യായീകരിക്കുന്നൊന്നുമില്ല. അവർ തീർച്ചയായിട്ടും ഈ കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശിക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇത്ര വലിയ സംഭവം, അതായത് HDFൽ ED റെയ്ഡ്, കോടികൾ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തകരുടെ വാർത്ത, ബ്ലോഗർമാർ ചെയ്യുന്ന വീഡിയോസ്, ഇതൊക്കെ നമ്മളെ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുകയാണ്. ഈ പിണറായി വിജയനൊക്കെ ഈ 10 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുകയാണ്. അല്ലെങ്കിൽ ഇയാളുടെ ഈ രാഷ്ട്രീയ ജീവിതം വെച്ചിട്ട് ഇയാളൊക്കെ മറ്റുള്ളവരെ പോലെ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അത്രയും കോടിക്കണക്കിന് പൈസ അയാളുടെ ഉണ്ടാവും. വളരെ സിമ്പിളായിട്ട് പിടിച്ചകത്താൻ പറ്റിയിട്ടുണ്ടാവും. ഒന്നും ഈ പിണറായി വിജയൻ്റെ പഴയ കേസ് ഉണ്ടല്ലോ, ആ കേസ് പോലെ ഇങ്ങനെ പോയി കൊണ്ട് വയ്ക്കും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. തെളിയിക്കാൻ കഴിയില്ലെന്നും. പിന്നെ മാസപ്പടി വാങ്ങിയത് ചിലപ്പോൾ തെളിയിക്കാൻ പറ്റുമായിരിക്കും. അതായത് ഒരു നേതാവിൻ്റെ മകളായതുകൊണ്ട് അവർ അത് എന്താണെന്ന് എനിക്കറിയില്ല. മാസപ്പടി എന്താ സംഭവം എന്നുള്ളതെന്ന് എനിക്കറിയാം. അറിയണമെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ കമ്പനിയിൽ പറയും മാസപ്പടി എന്താ സംഭവം. ഒരാൾക്ക് വെറുതെ പൈസ കൊടുക്കുകയാണ് ഒരു കമ്പനി നിന്നിട്ട്. പിന്നെ അത് മാത്രമല്ല, 258 അക്കൗണ്ട് മരവിപ്പിച്ചു. ഈ 258 അക്കൗണ്ട് എന്ന് പറയുന്നത് ആ കമ്പനിയുള്ള എല്ലാ സ്റ്റാഫിൻ്റെ അക്കൗണ്ടാണ്, അല്ലാതെ വീണ വിജയൻ്റെ ഇല്ല. പക്ഷേ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് വീണ വിജയൻ്റെ അക്കൗണ്ടായിട്ടാണ്. ഇവർ ആ രീതിയിലാണ് മാധ്യമപ്രവർത്തകരും മറ്റുള്ള ബ്ലോഗർമാരൊക്കെ പറയുന്നത്. എല്ലാം ഈ വീണയുടെ ഫോട്ടോ ഇതിനെ വലുതായിട്ട് കാട്ടുക. ഇതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാരതപുത്രിയല്ലേ അല്ലേ? ഈ ഭാരതപുത്രികൾക്കും ഭാരതപുത്രന്മാർക്കും വേണ്ടി സംസാരിക്കുന്ന ആളുകളാണ് ഒരു ഭാരതപുത്രിയെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ 100% പറയാം, ഇതിനാരെങ്കിലൊക്കെ എന്നെ ചീത്ത പറഞ്ഞിട്ട് വരികയാണെങ്കിൽ, ഇത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ED റെയ്ഡ് നടന്നിട്ടുണ്ട്, ഓക്കെ, അംഗീകരിച്ചിരിക്കുന്നു. അക്കൗണ്ടൊക്കെ മരവിപ്പിച്ചു, അക്കൗണ്ടൊക്കെ തുറന്ന് നോക്കാൻ പോകുന്നു, ലോക്കർ തുറന്ന് നോക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട്. റിപ്പോർട്ട് കറക്റ്റ് പുറത്തു വിടട്ടെ. ലോക്കറിൽ എന്തുണ്ടായി എന്നുള്ളത് കറക്റ്റ് പറയട്ടെ, നമുക്ക് നോക്കാം എന്താണെന്നും. ഞാൻ വെയിറ്റിംഗിലാണ് എന്താണ് ഇവർ പറയുന്നത്. പക്ഷെ അത് പറയില്ല, വേണമെങ്കിൽ നോക്കും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ കമൻറ്റിൽ പറയുക, വീണ വിജയൻ്റെ ഈ അക്കൗണ്ടിൽ, വീണ വിജയൻ്റെ ലോക്കറിൽ കോടിക്കണക്കിന് രൂപയോ അതല്ലെങ്കിൽ അതിനുള്ള മുതലുകളോ അതല്ലെങ്കിൽ സ്വർണ്ണങ്ങളോ ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക.